ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അപ്പൂസിൻ്റെ ബർത്ത്ഡേ ആണ്, 28-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നൊരു വ്ളോഗാണ്. അപ്പോൾ കാലത്ത് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി അവർക്ക് കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട്, കുറച്ച് മെയിൻ ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്, അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഫോട്ടോ എടുക്കാനായിട്ട് 2 ഡ്രസ്സ് എടുക്കണം, പിന്നെ നമുക്ക് ഷൂ മേടിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പർച്ചേസ് ഉണ്ട്. അപ്പോൾ ആ ഒരു വ്ളോഗാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമ്മൾ ഷോപ്പിലെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഡ്രസ്സൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇവിടുന്ന് എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ നോക്കണം. അപ്പോൾ നമ്മൾ ഷോപ്പിൽ കയറുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ 1 വയസ്സായ കുട്ടികൾക്കും 2 വയസ്സായ കുട്ടികൾക്കൊക്കെ നമുക്ക് ഷർട്ടൊക്കെ കിട്ടാൻ ഭയങ്കര പ്രയാസമല്ലേ. പക്ഷേ ഇവിടെ ഷർട്ടുകളൊക്കെ ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഷർട്ടുകൾ, എന്ത് ഭംഗിയുള്ള ഷർട്ടുകളാണ്. നമുക്കിങ്ങനെ എല്ലാം എടുക്കാൻ തോന്നും, പക്ഷെ നമുക്ക് എല്ലാം എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ അവന് ഓരോന്നായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. എല്ലാം ട്രൈ ചെയ്യണത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല, അപ്പോൾ കുറേ ലെങ്ത് ആവും വീഡിയോ. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് ഇട്ട് നോക്കുന്നുണ്ട്. ഈ ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. എനിക്ക് ഫൈസ്ലീൻ്റെ ടീഷർട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഈ ഒരു കളറിൽ അവൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിട്ട് നോക്കാം. ഇതിട്ടപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അതുകൊണ്ട് ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷർട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുറച്ച് ഷർട്ടുകൾ നോക്കുന്നുണ്ട്. ഞാൻ ഇത് വീഡിയോയിൽ 1-2 ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അതിലൊരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലിത് ഈ ചെക്ക് ഷർട്ടും അതിന് ഭംഗിയില്ലേ, എനിക്ക് കാണുമ്പോൾ ഭംഗിയായിട്ട് തോന്നിയിട്ട് ഇക്കാക്കും ഇഷ്ടമായി. പിന്നെ ഇങ്ങനത്തെ കളർ അവൻ്റെ ഇല്ല. ഇങ്ങനത്തെ കളർ എന്ന് പറഞ്ഞാൽ ക്രീമൊക്കെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ലൈനുള്ള ഷർട്ടുകൾ ഉണ്ണിയുടെ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ട് ഇങ്ങനെ ബീച്ചിൽ വെച്ച് ചെയ്യാൻ, അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന് മാച്ച് ഈവനിങ് അല്ലേ പോകുന്നത്. അപ്പോൾ അതും കൂടെ ചിന്തിച്ചപ്പോൾ ഈ ഷർട്ട് കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ട് ഇത് ഞാൻ മാറ്റി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സ്യൂട്ടായിട്ടുണ്ട്. ഓവർ സൈസും അല്ല, കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ ഷർട്ട്. മറ്റുള്ള ഷോപ്പിലൊക്കെ പോകുമ്പോൾ ലൂസായിരിക്കും, പിന്നെ അത് നമ്മൾ ഷേപ്പാക്കാൻ കൊടുക്കണം, അങ്ങനത്തെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പിന്നെ ഒരു പാകത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല കേട്ടോ. നമുക്ക് ഇതൊക്കെ ട്രൈ ചെയ്യാനാണെങ്കിൽ അവ ഓടിക്കൊണ്ടേയിരിക്കാം. പിന്നെ അതുപോലെ എനിക്ക് ഇനി ഇട്ട് കൊടുക്കുന്ന ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഒരു മഴവില്ലിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡുള്ള പോലെ, അതെനിക്ക് നല്ല ഇഷ്ടമായി. പക്ഷേ അതവന് കുറച്ച് ടൈറ്റായ പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമുക്ക് അതിൻ്റെ വലിയ സൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് തന്നപ്പോൾ പിന്നെ ഞാൻ അത് ഇട്ട് നോക്കി. അത്ര തന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഉണ്ണിക്കൊരു വാച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നു. പിന്നെ വാച്ച് മേടിക്കുമ്പോൾ കുറേ ലൂസുള്ള, അവന് ഫിറ്റിംഗ് ആയിട്ട് കുട്ടികളെ വാച്ച് കിട്ടാൻ വേണ്ടി പോകുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പിന്നെയും ചാവക്കാടക്ക് തന്നെ വന്നു. എന്നിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറിയായിരുന്നു. അവിടെ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് വാച്ച് വേഗം കിട്ടിയിട്ടാണ്. അവർ കുട്ടികളെ വാച്ച് ചോദിച്ചപ്പോൾ തന്നെ അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ പിന്നെ ഞാൻ വൈറ്റാണ് നോക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ വൈറ്റ് വേഗം കിട്ടി. ഫസ്റ്റ് കണ്ടത് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ ഞാനത് ഇട്ട് നോക്കുമ്പോൾ ആണെങ്കിലും അവനക്ക് കറക്റ്റ് ഫിറ്റിംഗ് ഉണ്ടായിരുന്നു, കൈക്ക് ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, അതന്നെ എടുത്തു. പിന്നെ ഷൂ നമ്മൾ ആ ഷോപ്പിൽ നോക്കിയപ്പോഴേ നമുക്ക് അവിടെ കിട്ടിയില്ല. കാരണം വൈറ്റിൽ വേറെ ഷെയ്ഡൊക്കെ ഉള്ള ഷൂസാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഷൂസ് അവിടെ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തില്ല. നമ്മൾ വേറെ ഷോപ്പിൽ കയറി നോക്കാം. കാരണം എനിക്ക് വൈറ്റ് തന്നെ കിട്ടണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. എന്നാലും നമ്മളവിടെ കുറച്ച് നേരം ഷൂസൊക്കെ നോക്കി. വാച്ച് ഇട്ട് നോക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഷൂസ് നോക്കുമ്പോൾ ഒരെണ്ണം വൈറ്റ് ഉണ്ട്, പക്ഷേ അതിന് ഒരു ഹാഷ് കളർ ഭയങ്കരമായിട്ട് കയറി വരുന്ന കാരണം നമ്മളതെടുത്തില്ല. പിന്നെ അവിടെ ഉള്ളത് വേറൊരു കളറാണ്, അപ്പോൾ അവിടെ നിന്ന് എടുത്തില്ല. ഉണ്ണിയാണെങ്കിൽ പിന്നെ അവിടുത്തെ ചെയറിലൊക്കെ കയറിയിരുന്നു, അങ്ങനെയൊക്കെ കളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ഷൂസാണ് അവർ കാണിച്ചു തന്നത് കേട്ടോ. പക്ഷേ അതെനിക്ക് താല്പര്യമായില്ല. കണ്ടില്ല, ഈ ഒരു ഹാഷ് കളർ അല്ല, ഈ ഒരു ക്രീം കളർ പോലത്തും പിന്നെ അതിന് മുന്നേ ഒരു ഹാഷ് കളർ മിക്സ് ആയിട്ടുള്ളത് ഒരെണ്ണം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമുക്ക് ഓക്കെ ആയിരുന്നില്ല. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമ്മൾ വേറൊരു ഷോപ്പിൽ ഷൂസൊക്കെ കളക്ഷനുള്ള വേറൊരു ഷോപ്പിൽ പോയി. അവിടെ വാപ്പിമോനും വേഗം കയറി പോകുന്നുണ്ട്. അവനങ്ങനെ കുറേ നേരം നമുക്ക് നിർത്താൻ പറ്റില്ലല്ലോ. പിന്നെ അപ്പോൾ ഓരോന്ന് പിടിച്ച് വലിക്കാനൊക്കെ പോവുകയാണ്. അപ്പോൾ പിന്നെ എടുത്ത് പിന്നെ ഉണ്ണിയുള്ള ഷൂസൊക്കെ മുകളിലാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളങ്ങനെ മുകളിലേക്ക് കയറിപ്പോയി. ഇവിടെ വൈറ്റ് ഷൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ താഴെ തന്നെ ചോദിച്ചപ്പോൾ ഉണ്ണിയുള്ള വൈറ്റ് ഷൂ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കയറിയത്. അപ്പോൾ കയറി നോക്കുമ്പോൾ കുഴപ്പമില്ല കേട്ടോ. കുറേ ഷൂവിൻ്റെയും ചെരുപ്പിൻ്റെ ഒക്കെ ഉണ്ണികളുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു. നമുക്കൊരു ഷൂ ഇഷ്ടപ്പെട്ടായിരുന്നു, ഒരു വൈറ്റ്. പക്ഷെ നോക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതിൻ്റെ ഒന്നും കൂടെ വലിയ സൈസ് വേണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവർ അത് എടുക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഇവിടെ കറങ്ങിയൊക്കെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടില്ലേ, ഒരുപാട് ഷൂസിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ഉണ്ണി പിന്നെ അവന് ഇഷ്ടപ്പെട്ട ചെരുപ്പ് എടുക്കാൻ വേണ്ടി ഓടുന്നുണ്ട്. അങ്ങനെ കുറേ പരിപാടികൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം അവിടെ കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. നമുക്ക് ഷൂസ് മാത്രമല്ല, കുറച്ച് ഡെക്കറേഷൻ്റെ സാധനങ്ങളും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിച്ചായിരുന്നു.
അവിടെ നിന്ന് ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് കാലുമേ. അത് തീരെ അവിടെ വെക്കാൻ കൂട്ടാക്കുന്നില്ല. ഓരോ ചെരുപ്പ് ട്രൈ ചെയ്യുമ്പോഴും ഞാൻ ഓടിപ്പിടിച്ചിട്ട് വരും. പിന്നെ അവിടെ നിന്ന് ട്രൈ ചെയ്യും, പിന്നെ അവിടെ വേറൊരു ചെരുപ്പ് എടുത്തിട്ട് ഓടും. അവർക്ക് ഈ ക്രോപ്സ് പോലത്തെ ചെരുപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾ ക്രോപ്സിൻ്റെ ഒരു ചെരുപ്പ് എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, പക്ഷേ ക്രോപ്സ് ടൈപ്പ് എടുക്കുന്നില്ല. കാരണം അതിങ്ങനെ കാലുമെന്നേ അഴിഞ്ഞ് പോവുകയാണ്. അപ്പോൾ നമ്മൾ വേറൊരു ചെരുപ്പ് ഉണ്ണിക്ക് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, ഈ ഷൂ ഇട്ട് നോക്കുമ്പോൾ അവന് ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതെ ഉണ്ണിക്ക് നമ്മൾ ഈ ഒരു ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ കെട്ടി കൊടുത്താൽ അഴിഞ്ഞു പോവില്ലല്ലോ കാലുമെന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ചെരുപ്പ് എടുക്കണം എന്ന് വരുമ്പോഴേ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചെരുപ്പ് ഇട്ട് നോക്കിയപ്പോൾ അതെടുത്തു കേട്ടോ. അതിന് മുന്നേ ഒരെണ്ണം എടുത്ത് നോക്കിയപ്പോൾ അത് അത്ര ഉൾഭാഗം കാലിങ്ങനെ വെക്കണോടത്ത് അത്ര സോഫ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇത് നോക്കുമ്പോൾ ഒന്നുകൂടെ നല്ലതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചെരുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ആ ചെരുപ്പ് ഇടാൻ സമ്മതിക്കണ്ടായിരുന്നില്ല. നമ്മൾ ആ സ്ട്രാപ്പ് തുറക്കും, അവനത് എടുക്കും. അങ്ങനെ ആയിട്ട് അവൻ നമ്മളായിട്ട് കളിക്കാതിരിക്കുകയാണ് കടയിൽ പോയിട്ട്. ഇപ്പോൾ തന്നെ സമയം ഉച്ചയാവാനായി. നമ്മൾ കാലത്ത് ഇറങ്ങിയതല്ലേ, കുറേ ഷോപ്പിൽ കയറിയിട്ടും പിന്നെ കുറേ നോക്കിയിട്ടൊക്കെ കുറേ നേരം പോയി. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു വിധേന അത് ഇട്ട് കൊടുത്തപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. കറക്റ്റ് ഫിറ്റായിട്ട് നമ്മൾ ഉണ്ണികൾക്ക് ചെരുപ്പ് എടുക്കരുത്. കുറച്ചൊരു ലൂസിലെടുത്താൽ നമ്മൾ സ്ട്രാപ്പ് ചെയ്യുമ്പോഴും കുറച്ച് ടൈറ്റ് ചെയ്ത് വെച്ച് കൊടുത്താൽ അത് അപ്പം പാകാം. പിന്നെ ഒരു വേഗമാണ് അവരെ കാലൊക്കെ വളരുക, ഒരു 1.5 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളൊരു തരം ലൂസിലെടുക്കുമ്പോൾ അവർക്കും കംഫർട്ട് ഉണ്ടാവും, നമുക്കത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റും. അതില്ല ചെരുപ്പ് ഇട്ടിട്ട് പിന്നെ ഓടിയിട്ട് പിന്നെ ആൾ തിരിച്ച് വന്നിട്ടില്ല. പിന്നെ ഈ പച്ചച്ചെരുപ്പ് കണ്ടില്ലേ, അത് തീരെ തരുന്നുണ്ടായിരുന്നില്ല. ഒരു തവണ അവിടുത്തെ സ്റ്റാഫ് അത് വാങ്ങി കൊണ്ടുവച്ചതാണ്. പിന്നെ അത് പോയി എടുത്തിട്ട് അവന് കൈയെത്തുന്ന ഭാഗത്താണ് ചെരുപ്പുകളൊക്കെ ഇരിക്കണത്. അപ്പോൾ അവന് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. പിന്നെ അവർ നമുക്ക് ആ ഷൂ കൊടുന്ന് തന്നു കേട്ടോ, വേറെ സൈസും ലൈറ്റ് കത്തുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. കണ്ടില്ലേ, വാപ്പ അവൻ്റെ എന്നാൽ ചെരുപ്പ് വാങ്ങാൻ നോക്കുന്നുണ്ട്, പക്ഷെ കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതിന് വേണ്ടി തല്ലൂടുമായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, അതിന് മുന്നൊരു ചെരുപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതായിരുന്നു. അത് പറഞ്ഞില്ലേ, കാല് വെക്കണത്തൊന്നും അത്ര ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് എടുത്തില്ല. പിന്നെ നമ്മൾ ഉച്ചയായപ്പോൾ നമുക്ക് എന്തെങ്കിലും കുടിക്കാമെന്ന് ഓർത്തിട്ട് നമ്മളൊരു ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും കുടിക്കാൻ നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ അതെ നമ്മൾ ഒരു ഷോപ്പിൽ കയറി ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടാണ് ജ്യൂസൊക്കെ കുടിച്ചിട്ട്. പിന്നെ നമുക്ക് LICയുടെ ഓഫീസിലൊന്ന് പോകാനുണ്ടായിരുന്നു. നമ്മുടെ LICയുടെ ഒരു ഫോം കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അത് മുകളിലാണ്. അപ്പോൾ നമ്മൾ പിന്നെ ലിഫ്റ്റ് കയറി പോവാം കരുതിയിട്ട് ലിഫ്റ്റിൽ പോവാണ്. അപ്പോൾ അങ്ങനെ ലിഫ്റ്റിൽ കയറുമ്പോൾ ഇങ്ങനെ എടുത്തൊന്നുമില്ല, കാരണം അവന് എടുക്കണ്ട, അവൻ നിന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അങ്ങനെ ലിഫ്റ്റ് ഓപ്പണായി, നമ്മൾ കയറി. ഓപ്പണായി, അതൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ലിഫ്റ്റ് പൊന്തുമ്പോൾ ആൾക്ക് ചെറുതായിട്ടൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പയുടെ കൈ ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്തു, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ലിഫ്റ്റ് നമുക്ക് LICയുടെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് വീഡിയോ എടുക്കാനല്ല എവിടെയാണെന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് പിന്നെ അങ്ങോട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ അധികം എടുത്തില്ല. അവിടുന്ന് പിന്നെ വേഗം ഇറങ്ങി. നമ്മൾ പ്രൂഫും ഫോമും കൊടുത്ത് അവിടെ കുറേ ലേറ്റ് ആവേണ്ട ആവശ്യം വന്നില്ല കേട്ടോ. നമ്മൾ പിന്നെ അങ്ങനെ വേഗം തിരിച്ചിറങ്ങിയായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മൾ റിട്ടേൺ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്. വേറെ സംഭവങ്ങളൊന്നും പിന്നെ ഉണ്ടായിരുന്നില്ല. നമ്മൾ പർച്ചേസൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ഞാൻ പർച്ചേസിൻ്റെയും ബർത്ത്ഡേ വ്ളോഗൊക്കെ ഇടാം. എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ള വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.